അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുദ്സി മോട്ടിവേഷനിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരുപാട് കൂട്ടുകാരും ഒരുപാട് സ്നേഹിതന്മാരും ഉണ്ടല്ലോ. നമുക്ക് വേണ്ടി വലിയ ഉപകാരവും ഹെൽപ്പും ചെയ്യുന്നവരാണ്. അത് വേണ്ടതും തന്നെയാണ്. കാരണം ഒരാളുടെ ആശ്രയമില്ലാതെ, ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഉപകാരമില്ലാതെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല. അത് ഒരാളുടെ ആശ്രയവുമില്ലാതെ ചെയ്യാൻ കഴിയുന്നവൻ മാലിക്കുൽ മുലൂക്കായ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അള്ളാഹു സ്വമദായ അള്ളാഹു തആല എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. അവൻ നിരാശ്രിതനാണ്. ഒരാളുടെ ആശ്രയം എനിക്ക് വേണ്ട. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു, നമുക്ക് ഉപകാരം ചെയ്യുന്നു എന്ന പേരിൽ നമ്മളെ തകർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്വന്തം സ്നേഹിതന്മാർ തകർന്ന് ഒന്നുമില്ലാതെയായി കണ്ട് രസിക്കാൻ വേണ്ടി അങ്ങനെ നടക്കുന്ന ചില ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് നാം വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് നമ്മൾ ഉഷാറായി, നമ്മളെ നല്ലവരായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് പകരം അവരുടെ മനസ്സിൽ നാം ഒന്നുമില്ലാത്ത പാപ്പറുകളായി, നാം വളരെ കഷ്ടത്തോടു കൂടി ആകണം, മുമ്പുള്ള ഹാലിൽ നിന്നും മാറി അതൊന്നുമില്ലാത്തവരായി വരണം എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. പക്ഷെ ബായിൽ പറയുമ്പോൾ നീ ഉഷാറാകണം, നീ അത് നടത്തണം, നീ ഇത് ചെയ്യണം, നീ ആ ബിസിനസ് നടത്തിയാൽ നല്ലതാണ്, നീ ഈ ബിസിനസ് നടത്തിയാൽ നല്ലതാണ്. അവൻ്റെ മനസ്സിലുള്ളത് ആ ബിസിനസ് നടത്തി അവൻ ഒന്നുമില്ലാത്ത പാപ്പർ പോലെ ആകണമെന്നാണ്. എന്നാൽ നാം അത് ആര് നമ്മോട് പറയുമ്പോഴും നാം ശ്രദ്ധിക്കണം, ഇവൻ പറയുന്നത് എൻ്റെ ഭാവി ജീവിതം നന്നാക്കാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ ഭാവി ജീവിതം നഷ്ടപ്പെട്ട് അത് കണ്ട് രസിച്ച് സന്തോഷിക്കാൻ ആണോ? ഇത് നമുക്ക് വ്യക്തമായി ചിന്തിക്കാനുള്ള ശേഷി നമുക്ക് ഇല്ലാതെ നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് പല ആളുകളും പല അബദ്ധത്തിലും കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരെന്ത് ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിലും മോട്ടിവേഷൻ തരുന്നുണ്ടെങ്കിലും നാം ശ്രദ്ധിക്കണം, തരുന്നവൻ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണോ, അല്ല ഞാൻ നശിക്കാൻ വേണ്ടി ആണോ? പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് വലിയ ഉപകാരം ചെയ്യുന്നത് പോലെ, ഉദാഹരണത്തിന് ഒരാളോട് പറയുന്നു, നീ ജ്വല്ലറി തുടങ്ങിക്കോ, നിനക്ക് ജ്വല്ലറി നല്ല ബിസിനസ്സായി പിടിക്കാൻ നിന്നെ കൊണ്ട് കഴിയും എന്ന് ഒരാളോട് നല്ല സ്ഫൂർത്തിയോടുകൂടി ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ്. റിയലായിട്ട് അവൻ്റെ മനസ്സിലുള്ളത് അവൻ ജ്വല്ലറി തുടങ്ങണം, അതിൽ അവൻ ഒന്നുമില്ലാതെ നഷ്ടപ്പെട്ട് പിന്നെ ഒരു കാര്യത്തിനും അവൻ പോകാൻ പാടില്ല എന്ന നിലയിലായിരിക്കും. ഇങ്ങനെ പല വിഷയങ്ങളും അതെല്ലാം നാം ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാൾ പെട്ടെന്ന് ഒരു കാര്യം പറയുമ്പോൾ അവൻ എൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്നോട് അവൻ ഇത് തോന്നിക്കുന്നവനാണ് എന്ന് നാം ആരും കരുതിപ്പോകാൻ പാടില്ല. ഇത് ഒരാളെക്കുറിച്ചോ അല്ലെങ്കിൽ വേറെ ആരെക്കുറിച്ചോ പറയുന്നവർ മൊത്തത്തിനായി നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. നമുക്കെപ്പോഴും സൈക്കോളജിക്കലായി നമ്മുടെ ഒരാളെക്കുറിച്ച് ഒരാൾ പറയുമ്പോൾ അത് എന്തായിരിക്കും, അതിൻ്റെ പിന്നിൽ എനിക്ക് എന്ത് നേട്ടമുണ്ടാകും എന്ന് നാം സ്വന്തം നമ്മുടെ നഫ്സിനോട്, നമ്മുടെ ആത്മാവിനോട് ഒന്ന് നാം ചോദിച്ച് നമ്മൾ ഓരോ കാര്യത്തിനും ഇറങ്ങിയാൽ നമുക്ക് വളരെ ഭംഗിയായ രീതിയിൽ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതേ സമയത്ത് ഇങ്ങനെയുള്ള കുതന്ത്രങ്ങളിലേക്ക് നാം ഒരിക്കലും പെട്ടുപോകാതെ, നമുക്കാരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അവൻ പറയുന്നത് എനിക്ക് നന്മയ്ക്ക് വേണ്ടിയാണോ, അല്ലെങ്കിൽ ഞാൻ വഷളായി പോകാൻ വേണ്ടി ആണോ എന്നുള്ള ആ ഒരു അറിവും തിരിച്ചറിവ് നമുക്ക് വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ചും ഈ സിറ്റുവേഷനിൽ, ഇപ്പോഴത്തെ ഈ പരിസ്ഥിതിയിൽ നാം വളരെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നത് നമുക്ക് ആവശ്യമാണ് എന്ന് നാം ഓർക്കി വെക്കേണ്ടതാണ്.